നമ്മൾ പലപ്പോഴും സ്കൂൾ അവധിക്കാലത്തൊക്കെ പലയിടങ്ങളിലേക്കൊക്കെ വിരുന്നു പോകും. അപ്പോൾ തൻ്റെ വീട്ടിലേക്ക് കുട്ടികളെ മുഴുവൻ, ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും വിരുന്ന് വിളിച്ച് അവർക്ക് ഭക്ഷണവും അവരോടൊപ്പം കളിക്കാനുള്ള ഇടമൊക്കെ ഒരുക്കി അവർക്ക് നല്ല ഒരു ഏറ്റവും മനോഹരമായൊരു ദിവസം സമ്മാനിച്ച ജിഷ കെ ജോസ് എന്ന് പറയുന്ന ടീച്ചർ. അപ്പോൾ എന്താ ടീച്ചർ ഇങ്ങനെ കുട്ടികളെ മുഴുവൻ ഇങ്ങോട്ട് വിരുന്ന് വിളിക്കാനൊക്കെ? എല്ലാ ദിവസവും ഒരു കുട്ടിയുടെ അച്ഛൻ നേരം വൈകിട്ടാണ് വരാറ്, കൊണ്ടുവരാനായിട്ട് വരാറ്. അപ്പോൾ ഞാൻ വെറുതെ ആ മോളോട് പറഞ്ഞു, വന്നാൽ നീ എൻ്റെ കൂടെ പോന്നോ, വണ്ടിയുമ്പോൾ പോവാം, പിറ്റേ ദിവസം സ്കൂളിലേക്ക് വരാം. പക്ഷെ എല്ലാ ദിവസവും പറഞ്ഞപ്പോൾ ഈ കുട്ടി വിശ്വസിച്ചു ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ആ മോളിങ്ങനെ പറഞ്ഞു, ടീച്ചർ എന്നും ഇങ്ങനെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, വീട്ടിലേക്ക് കൊണ്ടുപോകണില്ല എന്ന്. അപ്പോഴാണ് ഈ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലായത്. പിന്നെ അതല്ല, ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു, രാജൻ ടീച്ചർ പറഞ്ഞ ടീച്ചറുടെ ഒരു പുസ്തകം. അധ്യാപക ദിനത്തിന് ആ ടീച്ചർ കുട്ടികൾക്ക് കത്തയക്കും. ആ ടീച്ചറെ വീട്ടിലേക്ക് കുട്ടികൾക്ക് വരാം, ഒരു ദിവസം ടീച്ചറെ വീട്ടിൽ ചിലവഴിക്കാം. അപ്പോൾ ആ ഒരു ആശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം കുഞ്ഞു കുട്ടികൾക്ക് ഇതൊക്കെ ചെയ്താലാണ് അവരുടെ മനസ്സിൽ എന്നും മായാത്ത ഓർമ്മകൾ ഉണ്ടാവുള്ളൂ. എല്ലാ രക്ഷിതാക്കൾക്കും എൻ്റെ വീട്ടിലേക്ക് എത്തിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ വേണ്ടിയിട്ട് സ്കൂളിൽ ഞാൻ അവരോട് എത്തിക്കാൻ പറയും, സമയം പറയും. അവിടുന്ന് ട്രാവലർ ഏർപ്പാട് ചെയ്തിട്ട് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഫുള്ള് കളികളായിരിക്കും, ഒരു 4-5 ഗെയിംസൊക്കെ കളിക്കും. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്കും അവർക്ക് ഭക്ഷണം, ഉച്ചയ്ക്ക് ശേഷം കുറച്ച് നേരം ഒരു കിടപ്പ് ഇരിപ്പൊക്കെ ആവും. ആദ്യം ടീച്ചറുടെ വീടൊക്കെ നടന്ന് കാണും. അത് കഴിഞ്ഞ് 3 മണിയാകുമ്പോൾ വണ്ടി വരും, നിങ്ങൾ പാർക്കിലേക്ക് പോകും. അവിടെ ഒരു 4:30 വരെ കളിച്ച ശേഷം ഐസ്ക്രീം തിന്ന് തിരിച്ച് ഒരു 5 മണിയോട് കൂടിയിട്ട് സ്കൂളിലേക്ക് എത്തും. കുട്ടികൾ ഹാപ്പിയാണ്. പക്ഷെ ഞാൻ ഇവർക്ക് ഒരു ചെറിയൊരു വർക്കും കൊടുക്കാറുണ്ട്. ആ ഒരു ദിവസത്തെ അനുഭവം എൻ്റെ കുഞ്ഞോർമ്മകൾ എന്ന പേരിൽ ഒരു A4 ഷീറ്റിൽ അവരവർക്ക് അറിയാവുന്ന രീതിയിൽ സിമ്പിൾ സെൻറ്റൻസ് എഴുതി വരാൻ പറയാറുണ്ട്. അത് വായിക്കാൻ നല്ല രസമാണ്. കാരണം അതിലവർ കണ്ട കാര്യങ്ങൾ, തിന്ന കാര്യങ്ങൾ, അതുപോലെ ടീച്ചറെ വീട്ടിൽ ടീച്ചറെ മോനെ കണ്ടു, മോളെ കണ്ടു, എല്ലാ കാര്യം, കുഞ്ഞു കുട്ടികളെല്ലാം എല്ലാതും അവർ എഴുതും. കാരണം നമുക്കൊന്നും എൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനത്തെ അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ കുഞ്ഞു കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു ശമ്പളം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. കാരണം അവരുടെ മനസ്സിൽ എന്നും മായാത്ത ഓർമ്മകളായിട്ട് നിൽക്കണം. അവർക്കൊക്കെ നൽകാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെയൊക്കെയാണ്. ടീച്ചറുടെ ഈ പ്രവൃത്തി ഒരുപാട് ടീച്ചർമാർക്കും മാതൃകയാക്കാവുന്നതാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ഓർമ്മകളാണ് അവരുടെ മനസ്സിലുണ്ടാക്കുന്നത്. അത് മാത്രമല്ല വലിയ സന്തോഷം കൂടിയാണ് അവരുടെ മനസ്സിലുണ്ടാവുക. സുജീബ ടമ്മിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. ടീച്ചർ പറയുമ്പോൾ പോലും അല്ലേ സ്നേഹം അങ്ങനെ വരുന്നുണ്ട്, ആ കുട്ടികളോടുള്ള സ്നേഹം, തൻ്റെ ജീവിതം അല്ലേ മുന്നോട്ട് കൊണ്ടുവന്ന ആ കുഞ്ഞുങ്ങളോടുള്ള നന്ദിയും ഒക്കെ ടീച്ചറിൻ്റെ വാക്കുകളുണ്ട്. അപ്പോൾ ലിഷോയ്, ഇത്തരത്തിൽ ടീച്ചർമാർക്ക് എങ്ങനെ കൂടുതൽ കുട്ടികളുമായിട്ട് അടുക്കാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കേണ്ട അത്യാവശ്യമാണ്. കാരണം അച്ഛനും അമ്മയും വിട്ടു കഴിഞ്ഞാൽ ടീച്ചർമാരാണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ടീച്ചർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എന്തൊക്കെയാണ് ടീച്ചർ അവിടെ കുട്ടികൾക്ക് ഒരുക്കിയത്? നമ്മളിൽ പലരും ഇങ്ങനെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും, ഈ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെയൊക്കെ വീട് എങ്ങനെയായിരിക്കും, ആ വീട്ടിൽ എന്തൊക്കെയായിരിക്കും വിശേഷങ്ങൾ എന്നൊക്കെ അറിയാനൊക്കെ പലപ്പോഴും പലർക്കും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം, ജുസി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ വീട്ടിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത് ഇത് ആദ്യമായി ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല, മുൻപും പലതവണ ചെയ്തിട്ടുള്ളതാണ്, ഓരോ വർഷവും ചെയ്യാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികളെ വീട്ടിലേക്ക് ക്ഷണിക്കുക, അവർക്ക് തൻ്റെ വീടും പരിസരവും അതുപോലെ തന്നെ അവിടെ ഒരു ദിവസം ഉല്ലസിക്കാനുള്ള ഒരു അവസരവും ഒക്കെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ചിലവ് മുഴുവൻ വഹിക്കുന്ന ടീച്ചർ തന്നെയാണ് കേട്ടോ. അതായത് സ്കൂളിൽ എല്ലാവരും ഒന്നിച്ചെത്തി അവിടെ നിന്നൊരു ട്രാവലർ വിളിച്ച് അവിടെ നിന്ന് നേരെ ടീച്ചറുടെ വീട്ടിലേക്ക് വന്ന് അതുപോലെ തന്നെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയൊരു അവിടുത്തെ ഒരു ചുറ്റിക്കറക്കമൊക്കെ തന്നെ കഴിഞ്ഞ് അവിടെ ഒരു കളികളുമൊക്കെ തന്നെ കഴിഞ്ഞ് വീണ്ടും പാർക്കിലേക്ക് പോവുകയാണ്. പാർക്കിലേക്ക് പോയി അവിടെ അവർക്ക് ഉല്ലസിക്കാനായി ഒരുപാട് സമയം നൽകി അതിനുശേഷമാണ് വൈകുന്നേരം തിരികെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. ഒരു ദിവസം ഈ ടീച്ചറുടെ വീട്ടിലേക്ക് വിരുന്നു പോവുക, അതുപോലെ തന്നെ ഈ വളരെയധികം എല്ലാവരും ചേർന്ന് ഈ അവധിക്കാലത്ത് തന്നെ ഉല്ലസിക്കുക എന്നൊക്കെ പറയുന്നത് മിക്കവാറും വേനലവധിക്കാണ് ചെയ്യാറുള്ളത്. ഇത്തവണ പക്ഷേ ടീച്ചർ മാറ്റി പിടിച്ചിരിക്കുകയാണ്, ക്രിസ്മസ് അവധിക്കാണ് ഇത്തവണ ഈ ഒരു കാര്യമൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. എന്തായാലും കുട്ടികളും ഹാപ്പിയാണ്, ടീച്ചറും ഹാപ്പിയാണ്. ഇനി അവരുടെ ഇതിന് ശേഷമുള്ള കഴിഞ്ഞ മുൻവർഷങ്ങളിലൊക്കെ തന്നെ അവർ കൃത്യമായി ആ
ടീച്ചറുടെ വീട്ടിൽ പോയ അനുഭവങ്ങളൊക്കെ എഴുതി കുറിപ്പാക്കി വെക്കാറുണ്ട്. അങ്ങനെയുള്ള ആ കുറിപ്പ് ടീച്ചർക്ക് നൽകുമ്പോൾ അത് വായിക്കുമ്പോഴും അത് എടുത്ത് പറഞ്ഞ വെക്കുമ്പോഴും പോലെ നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാന്ന് പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ വിജയകുമാരി ടീച്ചർ കൊല്ലംകോട് താമസിക്കുമ്പോൾ പഴയ സ്കൂളിൽ ഞങ്ങളൊരു 5-6 എല്ലാവരെയും വിളിച്ചു. പക്ഷേ ഞങ്ങളൊരു 5-6 പേര് ബസ്സൊക്കെ കയറി ആലത്തൂരിൽ നിന്ന് ബസ്സൊക്കെ കയറി കൊല്ലംകോട് എത്തി. അന്ന് ടീച്ചർ ഞങ്ങൾക്ക് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ ചിലപ്പോൾ നമുക്കും ഉണ്ടാകും. പക്ഷേ ഇതുപോലെ ഇന്നത്തെ പോലെ ഇങ്ങനെ വിശാലമായി നടത്താനുള്ള ഒരു സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെയുള്ള അനുഭവങ്ങൾ തീർച്ചയായും ഇത് കാണുമ്പോൾ ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് പഴയ കാലങ്ങൾ ഓർമ്മ വരികയും ചെയ്തു. അപ്പോൾ ശരി, ഷോയിൽ കാണാം.